അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ സുവോളജിക്കൽ പാർക്കിനകത്തേക്ക് എത്തിയിട്ടാണ്. പാർക്കിംഗ് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. നമ്മുടെ ബാക്കിലാണ് പാർക്കിംഗ്. ഇപ്പോൾ നല്ല വെള്ളത്തിൽ കിടക്കുകയാണ്. അതെ അതെ അതെ. എന്താ സാധനം നോക്ക്. സ്റ്റോപ്പിൽ ഇതുപോലുള്ള ഓരോ കടകളും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡിസൈനർ സൂ ആയ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് കേസ് ഞങ്ങൾ പോണത്. ഞാനും സൗം കൂടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹൈവേ കൂടെയാണ് പോണത്. പാലക്കാട് തൃശ്ശൂർ റൂട്ടിലുള്ള ഹൈവേ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഹൈലൈറ്റ് മാൾ എത്തുമല്ലോ. ഹൈലൈറ്റ് മാളിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പുത്തൂർ റോഡിലൊക്കെ കയറാൻ പറ്റും കേസ്. അപ്പോൾ ആ വഴിയാണ് നമുക്ക് തൃശ്ശൂരിലുള്ള സൂവിലേക്ക് പോകാൻ വേണ്ടി പറ്റണത് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് പൊതുജനങ്ങൾക്കായിട്ട് സൂ തുറന്നു കൊടുത്തത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഈ സൂവിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട്, അതായത് മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് സൂ ഓപ്പണിംഗ് ആവണമെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നാണ് കേസ്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി 28 സൂ ഓപ്പണിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് വരണം എന്നുണ്ടായിരുന്നു. എന്തായാലും 3-ാമത്തെ ദിവസമാണ് കേസ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്ന് പുത്തൂർ റോഡിലേക്ക് കയറുമ്പോൾ നല്ല രീതിയിൽ റോഡൊക്കെ ടാർ ചെയ്ത് അടിപൊളി റോഡായിരുന്നു കേട്ടോ കേസ്. കുറേ ദൂരം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി അധികം താമസിയാതെ തന്നെ അടിപൊളി റോഡാവട്ടെ ഈ ഭാഗത്തേക്ക്. അങ്ങനെ ഞങ്ങൾ സുവോളജിക്കൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് കേസ്. ഇതാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2-ാമത്തെ സുവോളജിക്കൽ പാർക്കാണ് കേസ് ഈ പുത്തൂരിലുള്ള സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ കേസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ 2-ാമത്തെ വലിയ സൂവായ തൃശ്ശൂരിലെ സുവോളജിക്കൽ പാർക്കിലാണ് കേസ്. ഇപ്പോൾ ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ, 2-3 ദിവസമായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂരിലുള്ള തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് അവിടുത്തെ കാഴ്ചകളാണ് നമ്മളെ കാണാൻ പോകേണ്ട കേസ്. അപ്പോൾ എന്തായാലും അടിപൊളി കാഴ്ചകളാണ്. എന്താ പറയുക, മൃഗങ്ങളെയൊക്കെ നേരിട്ട് അല്ലേ. നമ്മൾ തൃശ്ശൂർ സൂവിലുള്ളത് ചെറിയ ചെറിയ റൂമുകളിൽ, അതായത് ചെറിയ ചെറിയ ആവാസ വ്യവസ്ഥയിലായിരുന്നല്ലോ അവിടുത്തെ സൂ. അവിടുന്ന് വളരെ മാറ്റം വരുത്തി ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്തിൽ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുന്ന ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ പോകാനുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ്. പിന്നെ ഒരുപാട് സംഭവങ്ങളുടെ ഉള്ളിൽ കാണാൻ. അപ്പോൾ അതെ, ഇതാണ് ഫ്രണ്ട് വശം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ ഹൈലൈറ്റ് മാൾ ഉണ്ടല്ലോ, അതിന് നേരെ ഓപ്പോസിറ്റ് പുത്തൂർ റോഡ് ഉണ്ട് കേട്ടോ. അതിൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂവിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് ബസ്സിലൊക്കെ പോകാൻ തോന്നുന്നു കേട്ടോ കേസ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് കാണാം. അപ്പോൾ എല്ലാവരും വരാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ അടിപൊളി എന്താ പറയുക, പുലിൻ്റെയും മയിലിൻ്റെയും മാനിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന അടിപൊളി ഒരു കാഴ്ചയാണ്. നമുക്ക് അകത്ത് പോവാം അല്ലേ. അടിപൊളി കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മുടെ സൂ വരുന്നത്. ഇന്നത്തെ എന്തായാലും അതെ, വലിയൊരു മലയിലാണ് ഇതുള്ളത് കേട്ടോ. വണ്ടി ഇവിടെയാണ്. അപ്പോൾ കേസ് ഞങ്ങളങ്ങനെ സുവോളജിക്കൽ പാർക്കിനകത്തേക്ക് എത്തിയിട്ടാണ്. പാർക്കിംഗ് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. നമ്മുടെ ബാക്കിലാണ് പാർക്കിങ്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റിലാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടല്ലേ. സുവോളജിക്കൽ പാർക്കിൻ്റെ സഫാരി ഗിരിഗിരി ഇത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓൺലൈനിലായിട്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് കേസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓൺലൈനിലായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഞാൻ ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ടിക്കറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ സൗമ്യക്ക് മാത്രം, കൂടെ വരുന്ന ഒരാൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാർകോഡ് വരും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടുന്നുണ്ട് കേസ്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന് കൂടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കണം. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചാർജ് ഇല്ല കേട്ടോ കേസ്, ഫ്രീ ആണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെക്കാം കേട്ടോ കേസ്. തന്നെ ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ആമ്പൽക്കുളമാണ് കേട്ടോ ഫ്രണ്ടിൽ ചെയ്തു വെച്ച്. ഇന്ന് നിറയെ സ്കൂൾ കുട്ടികൾ വന്നതുകൊണ്ട് തന്നെ ബസ്സിൽ ഫുള്ള് അവരാണ് അല്ലേ സമയം. ബസ്സിൽ ഫുള്ള് അവരാണ് കേട്ടോ സ്കൂൾ കുട്ടികളെ വന്നതുകൊണ്ട്. അപ്പോൾ ഒരു ബസ്സേ ഒന്നുള്ളൂ. ഒരുപാട് നടക്കാനും ഉണ്ട് കേട്ടോ കേസ്. പിന്നെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ കേസ്. ഐസ്ക്രീം, ചായകൾ, ഫുഡുകളൊക്കെ കിട്ടുന്നൊരു ക്യാൻറ്റീനും കൂടെ ഉണ്ട്.
സുവോളജിക്കൽ പാർക്കിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഇതാണല്ലോ ആ കുട്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണമല്ലേ, അവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് വരും കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബസ്സിൽ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റും അല്ലേ. തിങ്കളാഴ്ചകളിൽ സൂ വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്താണ് വരുന്നവർ ചൊവ്വാഴ്ച ബുധനാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിൽ വരിക കേട്ടോ. അന്ന് എന്താ പറയുക, സ്കൂൾ കുട്ടികൾ ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സ്കൂളിൽ 120 കുട്ടികളൊക്കെ വന്ന് നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന്. പിന്നെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കണമല്ലോ കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ബസ് വരുമ്പോൾ കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ. പിന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് എൻട്രൻസ് ഫീസൊക്കെ ഫ്രീ ആണ്, ടിക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. കൂടെ ഞാനിപ്പോൾ സൗമ്യം കൂടി വന്നപ്പോൾ എനിക്ക് ഫ്രീ ആണ്, സൗമ്യക്ക് മാത്രം ഒരു ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പുത്തൂർന്നാണ് എഴുതിയിരിക്കണല്ലേ, വീഡിയോയിലേ കാണുന്നത്. കണ്ടത് ഇതിൽ കണ്ട് അത് എഴുതിയിരിക്കുന്നത് കണ്ട അതില്. ഇതണ്ട പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ. നമ്മൾ ആദ്യം തന്നെ വരുന്നത് മീൻ മുതലാട്ടം. സുവോളജിക്കൽ പാർക്കിൽ നമ്മൾ ഫസ്റ്റ് കാണാൻ പോണത് മീൻ മുതലാട്ടം. അപ്പോൾ ഇതിനകത്താണ്, ഈ കടലിലാണ് മീൻ മുതലേ ഉള്ളത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ ഈ ഗ്ലാസ്സിനകത്തൂടെ നോക്കാനേ പറ്റും കേട്ടോ. അപ്പോൾ ഈ കടങ്ങിനകത്താണ് മുതലേ ഉള്ളത്, നോക്കാം. ഇവിടെ കാണാനില്ല, ആ പാറൻ്റെ ആ സൈഡാണ് കിടക്കുന്നത്. ഇപ്പോൾ കണ്ടതോ? അതുകൊണ്ട് വരും അല്ലേ. ഇപ്പോൾ നല്ല വെള്ളത്തിൽ കിടക്കുകയാണ്. അതെ ആ കാണുന്നതാണ് അല്ലേ. 1 2 എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ ഇതിൻ്റെ ഉള്ളത് എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ടോ? ഈ സൈഡ് ഇതിലൂടെ നമുക്ക് പോകാനുള്ള സെറ്റ് ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പോണത് പക്ഷികൾ കേട്ടോ കേസ്. പക്ഷികളൊക്കെ ഉള്ള, അതും കുരങ്ങുകളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് കേട്ടോ. ഈ ഭാഗത്താണ് പക്ഷികളൊക്കെ കാണുന്നത്. ഈ ഭാഗത്താണ് ചെറിയ നീർക്കാക്കയൊക്കെ ഉള്ളത്. എവിടെയാണ് നോക്കട്ടെ, കാണില്ല. അതാ നിൽക്കണം. അതാണ് സോ, അത് താറാവാണല്ലോ. ഇതിനകത്ത് വലിയ ഒരു താറാവ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ പക്ഷികളും ഇത് വേണം അല്ലേ. ഇനി അങ്ങോട്ടൊക്കെ പോയാൽ കടുവയുണ്ട്, പുലിയുണ്ട്. ഇവിടെയാണത് പോണല്ലേ. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. 1 ഏക്കർ കണക്കിന് സ്ഥലത്ത് എന്താ പറയുക, മൃഗങ്ങളും പക്ഷികളും എല്ലാം വിരായിച്ച് നടക്കുന്ന ഒരു സൂ ആണ് കേട്ടോ. അതായത് നമുക്ക് പറയുമ്പോൾ അതെ, അതൊരു പാർക്കാണ്. അതായത് നമുക്കറിയാലോ, എന്താ പറയുക, ഒരു ഏഷ്യയിലെ തന്നെ 2ാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഇതുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. ഇത് നോക്ക്. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാ. എന്താ പറയുക, കൈകാല് സുഖമില്ലാത്തവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. പക്ഷേ വീൽ ചെയർ ഫ്രണ്ട്ലിയും എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെയാണ്. പക്ഷേ കുറേ നടക്കാനുണ്ട് കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും ബസ്സിൽ കയറിയിട്ട് നമ്മൾ സിംഹത്തെയും കടുവയൊക്കെ ഇങ്ങനെ തുറന്ന് വിട്ടിരിക്കുന്നത് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. തൃശ്ശൂർ സൂവിലൊക്കെ പോകുമ്പോൾ അത് ചെറിയ കൂട്ടിനകത്ത് കിടക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്ത് അതിന് നല്ല രീതിയിൽ ഇങ്ങനെ നടക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെയാണല്ലോ ഈ നമ്മുടെ ഈ തൃശ്ശൂരിലെ ഈ സൂ വന്നപ്പോൾ ഉള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ വരികട്ടെ കേസ്. അടിപൊളി ആണ്. ഒരു ദിവസം നമുക്ക് ഫുൾ ഡേ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാം, ഭക്ഷണം കഴിക്കാം, എല്ലാം എന്താ പറയുക, ഹോട്ടലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ കേസ്. ഇവിടെ നല്ല സൗകര്യങ്ങളും കാര്യങ്ങളും ബാത്റൂമുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, തൃശ്ശൂർ സൂവിൽ ഇപ്പോൾ ഒരു ആളുകൾ അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വന്നിരിക്കുന്നത്. എന്താ പറയുക, ഒരുപാട് നടക്കാനുണ്ട്. എനിക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ട് കാരണം അത് പോകാൻ പറ്റില്ല അല്ലേ.
ഞാൻ നടന്ന് ക്ഷീണിച്ചിരുന്നു. അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ഒന്നുമില്ല. നോക്കണണ്ട മയിലിപ്പോ ഒന്ന് പീലി വിരുത്തിയ അടിപൊളിയായിരിക്കും. ഇതിനകത്ത് നാട്ടുതത്തയുണ്ട് സ്വാമി. നാട്ടുതത്ത, മയില്, വൻതത്ത എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത്. അവിടെ കാണാനേ ഇല്ല. ഏതെങ്കിലും മരത്തിന്റെ ചെല്ലിലിരിക്കണ്ടാവൂലേ? പെട്ടെന്ന് നമുക്ക് കാണില്ല. ഇതൊന്ന് മയിലാണ്. അപ്പോൾ നമ്മൾ മയിലിനെയൊക്കെ കണ്ടിട്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പുള്ളിമാനാണ് കേട്ടോ കേസ്. അപ്പോൾ ഈ ചില്ലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുള്ളിമാനൊക്കെ അതിനകത്തുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്തായാലും നല്ല ഭയങ്കരമായ വെയിലായ കാരണം പുള്ളിമാനുകളും എല്ലാ മൃഗങ്ങളൊക്കെ തണൽ തേടിയിട്ട് ഓരോ ഭാഗത്ത് പോയി കിടക്കാണ്ട് കേസ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ല. സൂം ചെയ്ത് നോക്കുമ്പോൾ ആ അറ്റത്തൊക്കെ അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും വൈകുന്നേരങ്ങളിലൊക്കെ വരുന്നവർക്ക് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേസ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെയാണ് കേട്ടോ ടോയ്ലറ്റ് ഉള്ളത്. പിന്നെ നമ്മുടെ പോകാനുള്ള ബസ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കയറിയിട്ട് പോവാട്ടോ. ബസ്സിൽ കയറി നമ്മൾ ബസ്സിൽ ബസ്സിൽ നമുക്ക് കയറി ഇരുന്ന് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് അടുത്ത കാഴ്ചകൾ കാണാം അല്ലേ? സ്ട്രൈറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് സൈലൻറ്റ് വാലി സോണിൽ വന്ന് ഇറങ്ങിയിട്ടാണ്. ഇവിടെയും ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സൈലൻറ്റ് വാലി സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ റൈറ്റ് ബസ് നിർത്തിയതിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്തൊക്കെയോ കാണാനുണ്ട്. നോക്കട്ടെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. രസാവോ? ഇതിലൊക്കെ മീനുകളാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിൽ ഫുള്ള് മീനുകളാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിലേക്ക് ഇറങ്ങിയതാ. അതിൽ മേലെ കൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ കറങ്ങി പോവാം. നടക്കുന്നവർക്ക് അടിപൊളിയാണ്. നടന്ന് ഫുള്ളായിട്ട് കാണാനുള്ളൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നടന്ന് കാണാൻ അല്ലേ സോ? അല്ലേ? ഓ കണ്ടല്ലേ, ഒരു കാടിനകത്ത് വന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അടിപൊളി. നല്ലൊരു എന്താ പറയുക, മൃഗങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ് ഈ സുവോളജിക്കൽ പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടല്ലേ, അതാ ഇതുപോലെ പാലം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓടാണിത്. നല്ല തണലാണ്, വെയിലത്തും നല്ല അല്ലേ. ഇത് ഫോറസ്റ്റാണ്. ഇപ്പോൾ അത് ഈ സുവോളജിക്കൽ പാർക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ട് പോണത് ഫോറസ്റ്റിൻ്റെ കീഴിലാണ് കേസ്. ഇപ്പോൾ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്തിലാണ് ഈ സുവോളജിക്കൽ പാർക്ക് ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഓരോ കാഴ്ചകളും കണ്ട് നടന്ന് ഇങ്ങനെ ഓരോ കാഴ്ചകളും കാണാം. പിന്നെ സിംഹം, എന്താണ്, പക്ഷി, മൃഗാദികൾ, എല്ലാ സംഭവങ്ങളും ഈ പാർക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്കിൽ. ബസ്സുകളിൽ കൊണ്ടുവന്നിട്ട് ഓരോ സ്റ്റോപ്പിലും നമ്മളെ ഇറക്കി വിടുന്നു. നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം നടന്നു പോയിട്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിൽക്കുമ്പോഴേക്കും അടുത്ത ബസ് വരുന്നുണ്ട് കേസ്. അങ്ങനെ 2 ബസ്സാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് മെയിനായി ഇത് ആദ്യത്തെ വലിയൊരു ഫോറസ്റ്റ് ആയിരുന്നു. അതാണിപ്പോൾ ഇങ്ങനെ ഒരു പാർക്കായിട്ട് നമ്മൾ തൃശ്ശൂരിലുള്ള മൃഗങ്ങളെയൊക്കെ ഇവിടെ കൊണ്ട് ഇവിടെയാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. പിന്നെ വെളിനാട്ടിൽ നിന്നും ഒരുപാട് ഗൾഫ് നാടുകളിൽ നിന്നുള്ള ഓരോ മൃഗങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ചില കാഴ്ചകൾ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ മുതലയെ കാണാൻ പോയി. ഫസ്റ്റ് മുതലയെ കാണാൻ പോയപ്പോൾ അത് സോറി ഇപ്പോൾ നമ്മൾ മുതലയെ കാണാൻ പോയില്ല. അപ്പോൾ മുതല അവിടെ കിടക്കുന്നത് വെള്ളത്തിൽ, ചിലപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും, ചിലപ്പോൾ മേലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. പിന്നെ ഓരോ സമയത്താണല്ലോ അത് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. പിന്നെ മാനുകളും കുറേ ദൂരത്തിലായിരുന്നു സൗ. മാന് കുറച്ച് ദൂരത്തിലായിരുന്നു. സൗവാണ് പോയത് കേട്ടോ. അപ്പോൾ
കുറച്ച് ദൂരം നിന്നാണ് കാണുന്നത് കേട്ടോ. അത് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തേക്കൊക്കെ വരും. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലേ. അതെ, ഇപ്പോൾ ചൂടായതുകൊണ്ട് അവർ തണലിലൊക്കെ പോയി തണൽ കിട്ടുന്ന ആ ഭാഗത്തൊക്കെ പോയിട്ട് ഇരിക്കും. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. വൈകിട്ടോ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കട്ടെ കേസ്. ഇതല്ല ഞങ്ങൾ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുളം, മീൻ ഇടുന്ന ഒരു കുളമാണെന്ന് തോന്നുന്നു കേസ്. അമ്പൽക്കുളത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇതിലും നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ കറങ്ങാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമുണ്ടല്ലേ സൗമ്യ. നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാലോ? ഓക്കെ. അപ്പോൾ ബസ്സിൽ വന്നിട്ട് നമ്മൾ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ ആ സ്റ്റോപ്പുകളിലൊക്കെ ഇതുപോലുള്ള ചെറിയ ഓരോ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടാവട്ടെ കേസ്. അപ്പോൾ നമുക്ക് ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ട് കേസ്. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ഇവരിങ്ങനെ കണ്ടില്ലേ, ഈ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചെറിയതായിട്ട് വെള്ളങ്ങളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ് കേസ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് കേസ്. ഇങ്ങനെ കയറ്റമാണ്, ഇനി കടുവയും പുലിയേയും കാണാൻ പോവുകയാണ്. അടിപൊളി സെറ്റപ്പിലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് ഇത്, ഒരു ക്യാൻറ്റീനാണ്. നമ്മൾ ഓരോ ബസ് സ്റ്റോപ്പിലും വരുമ്പോൾ ഓരോ ക്യാൻറ്റീനും ടോയ്ലറ്റും അവിടെ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ വരുന്നത് കടുവയും പുലിയൊക്കെ തുറന്നു വിട്ടിരിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഇതൊരു കയറ്റമാണ്, ഭയങ്കരമായിട്ടുള്ളൊരു കയറ്റമാണ് കേട്ടോ. പോയി നോക്കാം. നമുക്ക് പാറ സെറ്റ് ചെയ്തിരിക്കുന്നത്. അയ്യോപ്പാ, പുലി ഇത് അവിടെ നോക്കാം. വിളിക്കോ. ഇവിടെ വിശ്രമിക്കും ചെയ്യാം, ഫാനൊക്കെ ഉണ്ട്. പുള്ളിപ്പുലി ഏതോ നടന്നു പോവാണ് അല്ലേ. അങ്ങോട്ട് പോയത്. ഓ, അവിടെ കയറി നിൽക്കണം. ആ പുള്ളിപ്പുലി അതാ കയറി നിൽക്കണം. വാല് ഇവിടെ അടിപൊളിയൊക്കെ കാണുന്നുണ്ട്. വെള്ളത്തിൽ കുടിച്ചിട്ട് കുളി ചെയ്തിട്ട് നമുക്ക് കയറി എടുക്കും. ആൾക്കാർ വന്ന് മാറ്റിക്കണ്ട. അവിടെ മൂപ്പര് കുളിച്ചിട്ട് അവിടെ കിടക്കാറുണ്ട്. കാടേ, വാവ്, അടിപൊളി പമ്പ സാധനല്ലേ. അടുത്ത് കണ്ടോ? ഓ, അടുത്തിട്ടോ വലിയ സാധനം. കാണുമ്പോ വീഡിയോയിൽ അറിയില്ല, നമ്മൾ നേരിട്ട് കാണട്ടോ. അതിന്റെ സൈസ് കണ്ടാലേ, അതിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ 2 കടിക്കുണ്ടാവും, ഒറ്റ കടിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കടുവനെ കാണുന്നുണ്ട് കേസ്. അടിപൊളിയായിട്ട്, അതായത് നമ്മൾ ഈ വെയിൽ സമയത്തൊക്കെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാനും വെള്ളത്തിൽ കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കിടങ്ങ് പോലത്തെ സാധനമാണ്. അതിൽ വന്നിട്ട് ഇത് വരുന്ന കാഴ്ച കാണുന്നുണ്ട് കേസ്. നമ്മൾ അടുത്ത് നിന്നിട്ട് ആ ചില്ലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുകയാണ് കേസ്. അപ്പോൾ അത് അവിടെ വന്നിട്ട് ഇങ്ങനെ വെയിൽ കാരണം ഇവിടെ വന്നിട്ട് കുറേ നേരം കിടക്കുന്ന കാഴ്ചയാണ് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇതുവരെ ഏത് സൂലും പോയിട്ട് ഇതുപോലെ കണ്ടിട്ടില്ല. എന്തായാലും തൃശ്ശൂർ പുത്തൂരിലുള്ള ഈ സൂ അടിപൊളി, ഞങ്ങൾക്ക് അടിപൊളി വർത്തായിട്ട് കേസ്. അടിപൊളി സാധനം. ഓഹോ, വാവ്, വാടാ. പൊളി സാധനം. वो क्यों नहीं होगा? സൂപ്പർ അല്ലേ. ബാടാ, ബാ ബാ ബാ, നിനക്ക് ചിക്കൻ തരാം. എന്താ പേര്? ചന്തു.
എന്താ സാധനം നോക്ക്. ചന്തു വാ, കണ്ടില്ലേ? ബാ ബാ കാമോ. മതിയല്ലേ? വാ. അപ്പോൾ ഇത്രയും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഗ്ലാസ് ഉള്ളത് കൊണ്ടാണ് ധൈര്യത്തിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കേസ് ഈ പുത്തൂർ സൂല്. അതായത് നമ്മൾ വെളി രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ ബസ്സിലൊക്കെ കയറിയിട്ട് ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി ഓരോ കാഴ്ചകൾ കാണാൻ പോകുന്നു. പിന്നെ പുലിയും കടുവയും ഒക്കെ ഇങ്ങനെ ആവാസ വ്യവസ്ഥ അതായത് തുറന്നു വിട്ടിരിക്കുന്ന ആ കാഴ്ചകൾ, അവരിങ്ങനെ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന കാഴ്ചകൾ, അതൊക്കെ കാണേണ്ടതും അനുഭവിക്കേണ്ടതുമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും തൃശ്ശൂരുള്ള പുത്തൂർ സൂല് ഒന്ന് വിസിറ്റ് ചെയ്യട്ടെ കേസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് ഈ പുലിയും കടുവയൊക്കെ അടുത്ത് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേസ്. വെർത്തായത് ഇവിടെ വന്ന് ഈ പുലിയെ കണ്ടപ്പോഴാണ്, എല്ലാ കടുവയെ കണ്ടപ്പോൾ. സൈസുള്ള കടുവനെ ആദ്യമായിട്ടാണ് അടുത്ത് കണ്ടിട്ടാണ്. ഇവിടെ നോക്ക്, എല്ലാവരും നിങ്ങളതിൻ്റെ അപ്പുറത്ത് അടിപൊളി കടുവയാണ് അല്ലേ? ഓ അടിപൊളി. എല്ലാവരും വരട്ടെ കേസ്. നമുക്ക് ഈ കടുവകളും പുലികളൊക്കെ ഉണ്ടല്ലേ കുളിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്പോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് കിടക്കുമ്പോഴുള്ള കാണണം കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരേണ്ട കേസ്. എൻ്റെ മുഖത്തിൻ്റെ അടുത്ത് വരെ വന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. എല്ലാ സ്റ്റോപ്പിൽ ഇതുപോലുള്ള ഓരോ കടകളും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മളിനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകുകയാണ് കേട്ടോ. നമ്മുടെ ബസ് വന്ന് നിൽക്കും. രണ്ടാമത്തെ പോയിന്റിലൊക്കെ നിന്നിട്ട് കടുവ പുലിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം. ഇവിടെ നമുക്ക് കണ്ടില്ല ഇതേപോലെ ഓരോ സ്പോട്ടുകളുണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റുകളുണ്ട്. നമുക്ക് ജ്യൂസോ എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് ഇങ്ങനെ ബസ് വരുമ്പോൾ പോയാൽ മതി കേട്ടോ. ഫുള്ള് വമ്പൻ ഒരു കാട് ഡിസൈനർ, അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ ആണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലുള്ള പുത്തൂർ സൂ കേട്ടോ. അടിപൊളി എന്താ പറയുക, കാണേണ്ട കാഴ്ചയാണ്. ഒരു ദിവസം ഫുൾ ഡേ കറങ്ങി കാണേണ്ട കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. വന്നാലും ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. അവിടെ ഒട്ടകപ്പക്ഷിയും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് കേസ്. അപ്പം എന്തായാലും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ബസ്സും അടിപൊളി എന്താ പറയുക, പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി CCTV ക്യാമറയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബസ്സാണ് കേട്ടോ. നിറയെ ആളുകൾ അല്ലേ സാർ? ഈ ഭാഗത്താണ് ഒട്ടകപ്പക്ഷിയൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മളിഞ്ഞ് പോകണത് കേട്ടോ. എന്താ പറയുക, ഇത്രയും വലിയൊരു ഏക്കർ കണക്കിനുള്ള കാട് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ട് അവരൊരു സൂ ആക്കിയിരിക്കുകയാണ്. അത് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല കേസ്. നല്ല വെയിലാണ്, ഒട്ടകപ്പക്ഷിയൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും വേണ്ട, നമ്മുടെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കണ്ടല്ലോ, നമ്മൾ ഈ പക്ഷികൾ കാര്യങ്ങളൊക്കെയാണ്, കുരങ്ങന്മാർ, അതൊക്കെയാണ് ഫസ്റ്റ് ഫ്രണ്ടിൽ. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് സിംഹവും കടുവയും കാര്യങ്ങളൊക്കെ, പിന്നെ ഒട്ടകപ്പക്ഷികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ സംഭവങ്ങൾ വരാനുണ്ട് കേട്ടോ. ഓപ്പണായി കുറച്ച് ദിവസമായിട്ടുള്ളൂ, 3 ദിവസം തന്നെ ആയിട്ടുള്ളൂ ഓപ്പണായിട്ട്. ഇനിയും കുറേ കാര്യങ്ങൾ വരാനുണ്ട്. ഇവിടെ വീടുകളൊക്കെ കാണും സാർ. കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പുത്തൂർ ഈ ഭാഗത്ത് കേട്ടോ. സൂവിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു വലിയൊരു കെട്ടിടമൊക്കെ കാണും. സ്കൂളാണെന്ന് അറിയില്ല കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഫോറസ്റ്റിൻ്റെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. ഒരു എന്താ പറയുക, ഒരു വമ്പൻ കാറ്റിനകത്ത് കൂടെയുള്ളൊരു യാത്ര, പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടണത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഇത് കാണില്ല, ഈ ഭാഗത്തൊക്കെ ഫുള്ള് നമ്മുടെ കറണ്ടിന് വേണ്ടിയിട്ട് ഉള്ള ഇതാണ്, സോളാർ സിസ്റ്റമാണ് ആ ഭാഗത്തൊക്കെ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ആളുകളൊക്കെ
വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെയാണ് പാർക്കിങ്. ഈ ഭാഗത്തൊക്കെയാണ് പാർക്കിങ്. അപ്പോൾ എന്തായാലും നമ്മൾ സൂവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേസ്. ഇനി എന്തായാലും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. പോവാം, ഇറങ്ങാം. ഓക്കെ.